ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസ കുടുംബത്തിന് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക മീറ്റിംഗ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവദാസന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത പ്രേരണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആരാധന യോഗങ്ങളുണ്ട്, ബൈബിൾ ക്ലാസുകളുണ്ട്, ഉപവാസ പ്രാർത്ഥനകളുണ്ട്, കാത്തിരിപ്പ് യോഗങ്ങളുണ്ട്, കുടുംബ സെമിനാറുകളും നമ്മുടെ സഭകളിൽ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിർത്തിയിരിക്കുക. കഴിഞ്ഞ 12 വർഷമായി പാസ്റ്റർമാരായിത്തീരുവാനുള്ള ദൈവദാസന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേരള സ്റ്റേറ്റ് കൌൺസിൽ നടത്തുന്ന എബ്രോൺ ബൈബിൾ കോളേജ് PG കോഴ്സിൽ 12 വർഷമായി ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് പാസ്റ്ററൽ കൌൺസിലിംഗ് എന്ന സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിൽ വളരെ മണിക്കൂറുകൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് കുടുംബം, പ്രീ മാരേജ് കൌൺസിലിംഗ്, പോസ്റ്റ് മാരേജ് കൌൺസിലിംഗ്, ഫാമിലി ലൈഫ്, പേരൻസ്, ചിൽഡ്രൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ആ പഠനത്തിൽ വരും. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷവും സ്റ്റുഡൻസ് ആവശ്യപ്പെടാറുണ്ട്, ഫാമിലി സെമിനാറുകൾ നമ്മുടെ സഭകളിൽ ആരംഭിക്കണം, സെന്ററുകളിൽ കുടുംബങ്ങളെ വിളിച്ചു വരുത്തി അങ്ങനെയുള്ള ക്ലാസുകൾ നടത്തണം, മേഖലാ തലത്തിൽ ക്ലാസുകൾ നടത്തണം. ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസ് അഭിപ്രായം പറയാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിരിക്കുക അനേക സ്ഥലങ്ങളിൽ ഫാമിലി സെമിനാറിൽ ക്ലാസുകൾ എടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് അവസരം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ചില ഇടങ്ങളിലൊക്കെ 7 വർഷത്തിനു മുമ്പ് ഞാനിവിടെ കുവൈറ്റിൽ വന്നപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റെ 2 സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസത്തെ സെമിനാർ അവരെ ക്രമീകരിച്ചു. 4 മണിക്കൂർ, രാവിലത്തെ സെക്ഷൻ 2 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ, 4 മണിക്കൂർ ക്ലാസുകൾ എടുത്തത് ഞാൻ ഓർക്കുന്നു. 4 മണിക്കൂർ എടുത്ത ക്ലാസ് നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചുരുക്കി വളരെ ചുരുക്കമായി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നാം ചിന്തിക്കുന്നുള്ള സമയമേ നമുക്കുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസുകൾ ആവശ്യമായിരിക്കും? തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം, ബ്രോക്കൺ ഫാമിലീസ്, സമൂഹത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുക. ക്രൈസ്തവരുടെയും പെന്തക്കോസ്തുകാരുടെ ഇടയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് പ്രത്യേക ഒരു കുടുംബ കോടതി ഗവൺമെന്റ് അനുവദിച്ചു. 2 ലക്ഷത്തിലധികം കേസുകൾ തീർപ്പ് നടത്തുവാൻ കഴിയാതെ പെൻഡിങ്ങിൽ കിടക്കുന്നതായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള കണക്കുകൾ എത്ര വലുതായിരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ചാൽ കുടുംബങ്ങൾ വളരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതൽ അറിയുവാൻ നമുക്ക് അവസരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസുകൾ അത്യാവശ്യമാണ്. കൌൺസിലിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല പെന്തക്കോസ്തുകാർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസുകൾ അത്യാവശ്യമാണ്. കത്തോലിക്ക സഭയിൽ 3 ദിവസം കൌൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ വിവാഹം മാത്രമേ അവർ നടത്താറുള്ളൂ. കൌൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമെങ്കിലേ അച്ഛന്മാർ വിവാഹം നടത്താവൂ എന്നാണ് അവിടെ ഇപ്പോഴത്തെ നിയമം. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള സാവകാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബജീവിതത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു എതിരാളി ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കൌൺസിലിംഗ് വളരെ അത്യാവശ്യമായിരിക്കും. കുടുംബജീവിതത്തിന് ദോഷം ചെയ്യുവാൻ, കുടുംബജീവിതത്തിന് സന്തോഷം കെടുത്തുവാൻ പോരാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു എതിരാളിയുണ്ട്.
ആ എതിരാളിക്ക് കുടുംബജീവിതത്തോട് പ്രത്യേകിച്ച് വിരോധമുണ്ടായിട്ടല്ല, ദൈവത്തോടുള്ള മത്സരത്തിന്റെ ഒരു ഭാഗമായി ദൈവം ആരംഭിച്ച കുടുംബജീവിതത്തിനെതിരായിട്ട് ദൈവം ആരംഭിച്ച കുടുംബജീവിതത്തെ തകർത്ത് ജയിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദൈവത്തോട് പോരാടി ജയിക്കുവാൻ കഴിയില്ലെന്ന് ഈ എതിരാളിക്ക് അറിയാതുകൊണ്ട് ദൈവം ആരംഭിച്ച വ്യവസ്ഥിതികളെയൊക്കെ തകർക്കാനുള്ള ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബങ്ങൾ ദൈവം ആരംഭിച്ചത്. കുടുംബജീവിതങ്ങളെ തകർക്കുവാൻ കുടുംബജീവിതം ആരംഭിച്ച സമയം മുതൽ എതിരാളി പോരാടിക്കൊണ്ട് നിൽക്കുക. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ തന്ത്രപൂർവം പ്രവേശിച്ച് ആദമിനെ ഹവ്വയും രണ്ട് തട്ടിലാക്കുവാൻ ഒരാൾ ദേശത്തുള്ള ആളായി നിൽക്കുക, ഒരാൾ ദേശത്ത് നഷ്ടപ്പെടുക. അതോടുകൂടെ അവരകന്നോളും. അവരെ രണ്ടു തരത്തിലാക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപൂർവമുള്ള ശ്രമം പിശാച് നടത്തുക നമുക്കറിയാം. അതേ എതിരാളി തന്നെയാണ് 21ാം നൂറ്റാണ്ടിലും കുടുംബങ്ങൾക്കെതിരായി ദൃഷ്ടിവെച്ച് പോരാടിക്കൊണ്ട് നിൽക്കുന്നത്. ഈ എതിരാളിയുടെ പോരാട്ടം കൊണ്ടാണ് കുടുംബങ്ങളിൽ വലിയ കലഹമുണ്ടാകുന്നത്. വാക്കേറ്റം, കയ്യേറ്റം, പിണക്കം, അന്യോന്യം മിണ്ടാതിരിക്കുക, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കുടുംബത്തിലുണ്ടായി അകന്നകന്നു പോവുക. കാരണം പിശാചിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നില്ല. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അല്ലല്ലോ, സാത്താന്റെ തന്ത്രങ്ങളെ അറിയുന്നവരായിരിക്കും ദൈവമക്കൾ. വളരെ തന്ത്രപൂർവം കുടുംബത്തിലെ സമാധാനം കെടുത്തുവാനും സന്തോഷം കെടുത്തുവാനും ശത്രു പോരാടുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ് വളരെ അത്യാവശ്യമാണ്. കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ പ്രത്യാഘാതങ്ങൾ വലുതായതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ് അത്യാവശ്യമാണ്. കുടുംബജീവിതം തകർന്നാൽ സംഭവിക്കുന്നത് സ്വയം നശിക്കുകയാണ്. സ്വയം നശിക്കും, തലമുറകൾ നശിക്കും, മക്കൾ നശിക്കും, സഭ നശിക്കും. കാരണം ഇതെല്ലാം റിലേറ്റഡ്. കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ ചേരുന്ന സഭ. അതുകൊണ്ട് കുടുംബങ്ങളുടെ തകർച്ച ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വളരെയാണ്. സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സഭയിലുള്ള കുടുംബങ്ങളുടെ സാക്ഷ്യമാണ്. സഭയുടെ ഐക്യത എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഐക്യതയാണ്. സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ വിശുദ്ധിയാണ്. അതുകൊണ്ട് ഒരു സഭ സാക്ഷ്യമുള്ള സഭയായി മാതൃകയുള്ള സഭയായി നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ സാക്ഷ്യവും ഐക്യതയും വിശുദ്ധിയെല്ലാം കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്വന്തം കഴിവുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നാം കേട്ടുകഴിഞ്ഞ് ദൈവത്തിന്റെ സഹായവും കൃപയും ആവശ്യമായിരിക്കുകയാണ്. നമ്മുടെ കൗൺസിലിംഗിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗാണ് നമുക്കുള്ളത്. ലോകത്തിലെ കൗൺസിലിംഗും നമ്മുടെ കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസമല്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ ബൈബിൾ എന്ന് പറയുന്നത് യൂസേഴ്സ് മാനുവലാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാൽ സന്തോഷകരമായി അവന് ജീവിക്കാം, എങ്ങനെ ജീവിച്ചാൽ അവന് നിത്യതയിൽ ദൈവത്തോടുകൂടി ആയിത്തീരാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സവിസ്തരമായി എഴുതിയിരിക്കുന്ന മാനുവലാണ് ബൈബിള്. എല്ലാ പ്രൊഡക്റ്റിനോട് ചേർത്ത് ഒരു മാനുവൽ നൽകാറുണ്ട്. ആ മാനുവൽ ശ്രദ്ധിച്ച് ആ പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്താൽ ദീർഘവർഷങ്ങൾ അത് ഉപയോഗപ്രദമാകും, അനുഗ്രഹമായി തീരും. എന്നാൽ മാനുവൽ ശ്രദ്ധിക്കാതെ ആ ഉപകരണം കൈകാര്യം ചെയ്താൽ പെട്ടെന്ന് അത് കേടാകുന്നു, അത് നശിക്കും. ഇതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന മാനുവൽ വിശുദ്ധ വേദപുസ്തകമാണ്. അതിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ വ്യവസ്ഥകൾ ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കൗൺസിലിംഗിന്റെ മറ്റൊരു പ്രത്യേകത ദൈവത്തിലുള്ള ആശ്രയത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും നടത്തുന്ന കൗൺസിലിംഗാണ്. നമ്മുടെ കൗൺസിലിംഗിന്റെ വേറൊരു പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലും
പ്രാർത്ഥനയിലും നടത്തുന്ന കൗൺസിലിംഗ് ആണ് നമ്മുടെ കൗൺസിലിംഗ്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പ്രധാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. കുടുംബജീവിതം ശരിയായാൽ ഈ പറഞ്ഞ മക്കളും മറ്റുള്ള ബന്ധങ്ങളും എല്ലാം കറക്റ്റാണ്. ഇവിടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നൽകുന്നത്. അപ്പൊ കുടുംബജീവിതം എന്തുകൊണ്ട് തകരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബം എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത് എന്ന് ദൈവം വായിക്കുന്നു. അവരുടെ പ്രയത്നം കൊണ്ട് പ്രതിഫലമുണ്ട്. വീണാൽ ഒരാൾക്ക് മറ്റേ ആളിനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. ആക്രമിച്ച രണ്ടുപേർക്കും കൂടെ പൊരുതുവാൻ കഴിയും. അവർ രണ്ടുപേരെ ഐകമത്യപ്പെടുന്നാൽ വലിയ ജയമാണ്. രണ്ടുപേരെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഐകമത്യപ്പെടുമ്പോൾ ദൈവ വിഷയത്തിൽ മറുപടി കൽപ്പിക്കുന്ന ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യം നമുക്ക് കാണുവാൻ കഴിയും. ഭാര്യയെ കിട്ടുന്നവരെ പുരുഷൻ പൂർണ്ണനല്ല. ഭർത്താവിനെ കിട്ടുന്നതുവരെ ഭാര്യ അസ്വസ്ഥയാണ്. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലരുടെയും കുടുംബജീവിതം തകർന്നു പോകുന്നത്. ഭാര്യയെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, ഭർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. രണ്ടുപേരും വ്യത്യസ്ത സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്ക് മുഖാന്തരമായി മാറുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പുരുഷന്മാർക്ക് ഉള്ള താല്പര്യവും സ്ത്രീകൾക്കുള്ള താല്പര്യവും വ്യത്യസ്തമാണ്. അവർ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പുരുഷൻ കുടുംബജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന 5 കാര്യങ്ങൾ അതിന്റെ പ്രയോറിറ്റി ക്രമത്തിൽ പറഞ്ഞാൽ, ഒന്നാമത് പുരുഷൻ പ്രാധാന്യം കൊടുക്കുന്നത് ജഡിക സംതൃപ്തിക്കാണ്. രണ്ടാമതായി എന്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരു കൂട്ടുകാരി, എല്ലാം എനിക്ക് തുറന്നു പറയാൻ ഷെയർ ചെയ്യുവാൻ എനിക്കൊരു കൂട്ടുകാരിയായി എന്റെ ഭാര്യ ഇരിക്കണം. മൂന്നാമതായി എന്റെ ഭാര്യ ആകർഷണമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. എപ്പോഴും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കണ്ടാൽ നല്ല ആകർഷണം തോന്നാം. നാലാമതായി കുടുംബകാര്യങ്ങളിൽ നല്ല ഒരു സപ്പോർട്ടറായിരിക്കണം. എന്റെ കുടുംബത്തിന് നല്ലൊരു സപ്പോർട്ടറായിരിക്കണം. അഞ്ചാമതായി എന്നിൽ അഭിമാനം കൊള്ളുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്റെ ഭാര്യ. ഞാനെന്ന് പറഞ്ഞ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളണം. എന്റെ പ്രയോറിറ്റി ക്രമം ഇതാണ്: ജഡിക സംതൃപ്തി, ഒരു കൂട്ടുകാരി, ആകർഷണമുള്ള ഭാര്യ, കുടുംബകാര്യങ്ങൾ നല്ല സപ്പോർട്ടർ, തന്നിൽ അഭിമാനം കൊള്ളുന്ന ഭാര്യ. എന്നാൽ വിവാഹ ജീവിതത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പ്രയോറിറ്റി ക്രമത്തിൽ: ഒന്ന്, എന്നോട് സ്നേഹമുള്ള വാത്സല്യമുള്ള ഭർത്താവായിരിക്കണം എന്റെ ഭർത്താവ്. അവിടെ ആദ്യത്തെ താല്പര്യം. രണ്ടാമത്, എന്നോട് സംസാരിക്കുവാൻ താല്പര്യമുള്ള ഭർത്താവായിരിക്കണം. ഹൃദയം തുറന്ന് എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ള ഭർത്താവായിരിക്കണം. മൂന്നാമത്, സത്യസന്ധനായ ഒരു ഭർത്താവായിരിക്കണം. 4, കുടുംബത്തിനു വേണ്ടി സമർപ്പിതനായ ഒരു ഭർത്താവായിരിക്കണം. 5, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭർത്താവായിരിക്കും. ക്രമം മനസ്സിലായോ? വാത്സല്യവും സ്നേഹമുള്ള ഭർത്താവ്, തുറന്ന് സംസാരിക്കുന്ന ഭർത്താവ്, സത്യസന്ധനായ ഭർത്താവ്, കുടുംബത്തിനു വേണ്ടി സമർപ്പിതനായ ഭർത്താവ്, സാമ്പത്തിക ഭദ്രതയുള്ള ഭർത്താവ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി പലരുടെ കുടുംബത്തിന്റെ പ്രശ്നം എന്താണെന്ന് അവരവർക്ക് മനസ്സിലായി. ഭാര്യ താല്പര്യപ്പെടുന്ന മനസ്സിലായില്ല, ഭർത്താവ് താല്പര്യപ്പെടുന്ന ഭാര്യയ്ക്ക് മനസ്സിലായില്ല. കുടുംബജീവിതം നയിക്കുക. അതുകൊണ്ട് കുടുംബങ്ങളിൽ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് ഭാര്യയ്ക്കുള്ള ചിന്തിക്കുന്നു. ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ച് ഭർത്താവിനുള്ളത് ചിന്തിക്കുന്നു.
രണ്ടുപേരുടെ ലക്ഷ്യം അതായിരിക്കണം. എന്റെ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കാം, എന്റെ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം. ആ ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോൾ വളരെ സന്തോഷകരമായി തീരും. കുടുംബ തകർച്ചയുടെ കാരണങ്ങൾ 25 കാരണങ്ങൾ ഓടിച്ചു പറയാൻ പോവുകയാണ്. അതിന്റെ മറുവശമാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാര്യം. തകർച്ചയുടെ കാര്യം കേട്ടാൽ അതിന് മറുവശം കറക്റ്റായാൽ കുടുംബജീവിതം അനുഗ്രഹമാകും. 25 കാര്യങ്ങൾ ഓടിച്ചു പറയുമ്പോൾ വിവരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരവരുടെ ജീവിതത്തെ അവരവർ പരിശോധിക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവരുടെ കുടുംബം ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് വിധിച്ചുകൊണ്ട് ആരും ഇരിക്കാതെ ദൈവമേ എന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കണമെന്ന് ഓരോരുത്തരും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം, അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുന്നെങ്കിൽ ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളങ്ങളോട് കൃത്യമായി ഇടപെടും. തകർച്ചയുടെ കാരണം പറയുമ്പോൾ അതിന്റെ മറുവശം അനുഗ്രഹത്തിന് കാരണമായിരിക്കുകയാണ്. ഒന്നാമതായി ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പല കുടുംബങ്ങളിലും ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നു. ജോലിക്കാ ചിലർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, മക്കൾക്കാ ചിലർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, സമ്പത്തിനാ മറ്റു ചില ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ജനീക താല്പര്യങ്ങൾക്കാ ചില ആളുകൾ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് അനേക കുടുംബങ്ങൾ തകരുക. പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവരുടെ കുടുംബങ്ങളാ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം കുടുംബജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം നൽകിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും കൂട്ടായ്മയിലും ആരാധനയിലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്ന പല കാര്യങ്ങളും ആധുനിക പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. തകരുന്ന കുടുംബങ്ങളെക്കുറിച്ചും അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നടക്കുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ പലതും പല പ്രസിദ്ധീകരണങ്ങളിൽ കൂടെ നമുക്ക് വായിക്കുവാനും അറിയുവാനും കഴിയുന്നു. പല കാര്യങ്ങളും പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി പരസ്പരം ബഹുമാനിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, പരസ്പരം ബഹുമാനത്തോടെ ഇടപെടുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുവാൻ തയ്യാറാകും, ആ വ്യക്തിത്വത്തെ മാനിക്കുവാൻ തയ്യാറാകും. സ്ത്രീയായതുകൊണ്ട് അടിച്ചമർത്തി ഒതുക്കി നിർത്താൻ ചിന്തിക്കാതെ എന്റെ ഭാര്യയ്ക്ക് അവളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, അവളുടേതായ യോഗ്യതകളുണ്ട്, അവളുടേതായ പ്രാധാന്യങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കാൻ ഭർത്താവിനും എന്റെ ഭർത്താവിന്റേതായ ഒരു പ്രത്യേക വ്യക്തിത്വമുണ്ട്, യോഗ്യതകളുണ്ട്. മറ്റ് പുരുഷന്മാരിൽ വ്യത്യസ്തമായ പല യോഗ്യതകൾ എന്റെ ഭർത്താവിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അന്യോന്യം ബഹുമാനിക്കുവാൻ കഴിയും. ബഹുമാനമില്ലാത്ത സംസാരങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പോലും ബഹുമാനമില്ലാത്ത ചില ആളുകൾ സംസാരിക്കാറ്. ഭാര്യയെ വളരെ താഴ്ത്തിക്കെട്ടി ഒരു ബഹുമാനമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന ആളുകൾ ഭാര്യയുടെ ഹൃദയത്തിൽ വളരെ വേദന ഉളവാക്കും. ഭർത്താവിനോട് ഒരു ബഹുമാനമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തട്ടിക്കേറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചില ഭാര്യമാരും അത് അവരുടെ ഹൃദയത്തിൽ വളരെ മുറിവേൽപ്പിക്കും. പരസ്പര ബഹുമാനം കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. രണ്ടുപേർക്ക് അവരുടേതായ യോഗ്യതയുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു പ്രശ്നം കൈകാര്യം ചെയ്തതിനെ കുറിച്ച് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ ചെന്ന് പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുക, അങ്ങ് വേണ്ട ഗൈഡൻസ് തരണം, എനിക്ക് ഒരുമിച്ച് ഇനിയും ജീവിക്കുവാൻ കഴിയേ.
അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭർത്താവിന് എന്താ കുഴപ്പം? ഭർത്താവിന്റെ പ്രയാസമായി അവൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് പറഞ്ഞ് നീ എഴുതണം, എഴുതി തരണം. നിന്റെ ഭർത്താവ് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നീ എഴുതി തരണം. 1, 2, 3 എന്നിട്ട് നമ്പറിട്ട് നീ എഴുതി തരണം. അവൾ പോയിരുന്ന എഴുതി ആ മനഃശാസ്ത്രജ്ഞരെ ഏൽപ്പിച്ചു. അപ്പൊ അതെല്ലാം വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള യോഗ്യത, ഇങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉണ്ടല്ലേ, എന്നാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നല്ല യോഗ്യതകൾ വല്ലതും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും നല്ല യോഗ്യത? ചിലതൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? ഇന്ന യോഗ്യത ഉണ്ട്, ഇന്ന യോഗ്യത ഉണ്ട്. അതുകൂടെ ഒന്ന് എഴുതിക്കൊണ്ട് മനഃശാസ്ത്രജ്ഞൻ അതും വായിച്ചു. വായിച്ചിട്ട് പറഞ്ഞു, ഈ പറയ യോഗ്യത എന്റെ ഭർത്താവിനുണ്ടോ? ഈ പറയ യോഗ്യതയുള്ള എത്ര പുരുഷന്മാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? നീ എത്ര ഭാഗ്യവതിയാ. പല പുരുഷന്മാരിൽ ഈ പറയ യോഗ്യതയൊന്നുമില്ല. എത്ര ഭാഗ്യവതിയാ. അതുകൊണ്ട് ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ യോജിച്ച സന്തോഷമായി പോകും. അനേക പുരുഷന്മാരില്ലാത്ത യോഗ്യതകൾ നിന്റെ ഭർത്താവിനുണ്ട്. അപ്പോഴവർക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു ഭർത്താവിൽ ഒരുപാട് യോഗ്യതകളുണ്ട്, ഒരു ഭാര്യയിൽ ഒരുപാട് യോഗ്യതകളുണ്ട്. അത് മനസ്സിലാക്കാതെ പരസ്പര ബഹുമാനമില്ലാത്ത ഇടപെടൽ കുടുംബജീവിതത്തെ തകർച്ചയിലേക്ക് നയിക്കും. അടുത്ത വിഷയം, ഒരുമിച്ച് ചെലവഴിക്കുവാൻ സമയമില്ല, ബിസിയ, വളരെ തിരക്കില. കുടുംബത്തിൽ അധികം സമയമില്ല, അങ്ങ് ഓടി നടക്കുക, രാപ്പകൽ ഓടി നടക്കുക, സമയം കിട്ടുന്നില്ല. അത് കുടുംബജീവിതത്തെ വളരെ ബാധിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് അല്പസമയം ചെലവഴിക്കുവാൻ എല്ലാ ദിവസവും കണ്ടെത്തണം. അത് കുടുംബജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. തിരക്ക് കൂടുമ്പോൾ കുടുംബജീവിതമാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കൊക്കെ അല്പമൊക്കെ കുറച്ചിട്ട് എന്റെ കുടുംബം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ തിരക്കിനിടയിൽ സമയം കണ്ടെത്തണം. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആശയവിനിമയം നടക്കുന്നില്ല. മനസ്സ് വെച്ചുകൊണ്ട് നടക്കുക, ഒന്നും തുറന്നു പറയത്തില്ല, ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുക, ഇടയ്ക്ക് കരഞ്ഞിരിക്കുക, ചോദിച്ചാവൊന്നും തുറന്നു പറയത്തില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാൽ അതൊന്നും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ക്ലിയറായാൽ. ഈ പട്ടിയും പൂച്ചയും തമ്മിലുള്ള ഫൈറ്റിങ്ങിന്റെ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എവിടെ ചെന്നാലും പട്ടിയും പൂച്ചയും കൂടെ എന്നും ഫൈറ്റിങ്, കണ്ടുമുട്ടിക്കഴിഞ്ഞ് വലിയ ബഹളമാണ്, നാട്ടുകാരെ മുഴുവൻ നടക്കും. അതിന്റെ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്നാ. ഈ പട്ടി പൊതുവെ വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ പാവം. അത് ഈ പൂച്ചയെ കാണുമ്പോൾ ചെറുതാണെങ്കിൽ ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് വാല് മാട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലും. എന്നാൽ പൂച്ചയുടെ സ്വഭാവം ദേഷ്യം വരുമ്പോഴേ വാലാട്ടും. അപ്പൊ പട്ടി സ്നേഹത്തോടെ വാലാട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പൂച്ചയ്ക്ക് തോന്നുന്നു അവൻ ദേഷ്യപ്പെട്ടെന്ന് നേരെ വരിക. കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുന്നില്ല. അതുകൊണ്ട് കിടന്ന് വലിയ ബഹളം വയ്ക്കുക, അപശബ്ദങ്ങൾ ഉണ്ടാക്കുക, അടിക്കാൻ ചാടുക, വലിയ ബഹളങ്ങളാണ്. പാവം പിടിച്ചവൻ ഇത് കാണുമ്പോൾ അങ്ങ് പുറകോട്ടങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ശരിക്കും ആശയവിനിമയം അങ്ങോട്ട് നടക്കുന്നില്ല. പല കുടുംബങ്ങളിൽ ഫൈറ്റിങ്ങിന് കാരണം തുറന്നു പറയുന്നില്ല, എല്ലാം മനസ്സ് വെച്ചുകൊണ്ടിരിക്കും. തുറന്നു പറഞ്ഞാൽ ഏതെല്ലാം പ്രശ്നം തീർന്നേരും. മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അന്യോന്യം മനസ്സിലാക്കുന്നില്ല, അതാണ് അടുത്ത പ്രശ്നം. ഭർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, ഭാര്യയെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നില്ല, ഭാര്യയുടെ സ്വഭാവം മനസ്സിലാക്കുന്നില്ല. ഭർത്താവിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഭാര്യയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ശരീരപ്രകൃതിയിൽ അവർക്ക് വ്യത്യാസമുള്ളതുപോലെ, സ്ത്രീയും പുരുഷനും തമ്മിൽ ശരീരപ്രകൃതിയിൽ വ്യത്യാസമുള്ളതുപോലെ മനസ്സിന് വ്യത്യാസമുണ്ട്, സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, മനോഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്, താല്പര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ രണ്ട് സൃഷ്ടിയാണ് പുരുഷനും സ്ത്രീ എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യ നിന്നോണോ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. എന്റെ ഇഷ്ടമനുസരിച്ച് ഭർത്താവ് നിന്നോണോ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. നിന്റെ ഭർത്താവിന് അവന്റേതായ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും മനോഭാവങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കും. നിന്റെ ഭാര്യയ്ക്ക് അവളുടേതായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മനോഭാവങ്ങളും സ്വഭാവങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം.
ശരീരപ്രവൃത്തി വ്യത്യാസമുള്ള പോലെ മനസ്സിന് വ്യത്യാസമുണ്ട്, മനോഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്, താല്പര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ സാധാരണ പറയാറുള്ളത് സ്ത്രീ വീനസിൽ നിന്നും പുരുഷൻ മാർസിൽ നിന്നും വന്ന രണ്ട് ഗ്രഹത്തിൽ നിന്നും വന്നവരാണ്. അത്രയ്ക്ക് വ്യത്യാസമായിട്ട് സ്ത്രീയെയും പുരുഷനെയും മനഃശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. പുരുഷനില്ലാത്ത യോഗ്യതകൾ സ്ത്രീക്കുണ്ട്, സ്ത്രീക്കില്ലാത്ത യോഗ്യതകൾ പുരുഷനുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വലിയൊരു പവറായി മാറും. രണ്ടുപേർക്ക് വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത യോഗ്യതകളും വ്യത്യസ്തമായ കാര്യങ്ങൾ, അത് രണ്ടും കൂടെ ചേരുമ്പോൾ ദൈവം അതിനെ ഒന്നാക്കി തീർക്കുന്നു. ഈ രണ്ട് കഴിവുകളെ, രണ്ട് യോഗ്യതകളെ, രണ്ട് താല്പര്യങ്ങളെ ദൈവം ഒന്നാക്കി തീർക്കുമ്പോൾ അത് വലിയൊരു പവറായി മാറുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പുരുഷന്മാരുടെ ശരീരത്തിൽ 40% മസിൽ, സ്ത്രീക്ക് 23% മസിലുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലായി. പുരുഷന്മാരിൽ ബുദ്ധി ആദ്യം പ്രവർത്തിക്കുന്നത്, സ്ത്രീകളില് അവർ മനസ്സാദ്യം പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെ ചിന്താഗതികളെല്ലാം മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കാണ് അതിന്റെ യാത്ര. പുരുഷന്മാരുടെ ചിന്തകൾ ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക്. ഒരു റിലേറ്റീവ് മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്ത്രീ കിടന്ന് ഭാര്യ കിടന്ന് പെട്ടെന്ന് നിലവിളിക്കും, നെഞ്ചത്തടിക്കും, വലിയ ബഹളം നാട്ടുകാരെ മുഴുവൻ ഇളക്കും. എന്നാൽ പുരുഷൻ ആ സമയത്ത് കിടന്ന് നിലവിളിക്കുന്നൊന്നുമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യവും ആ വിസയുടെ വിഷയമൊക്കെ അവരുടെ ചിന്താവിഷയം. അതിനാരെയൊക്കെ ബന്ധപ്പെടണം, കാര്യം അറിഞ്ഞു, വിഷമമില്ലാഞ്ഞല്ല. അവൻ ബുദ്ധിയിൽ നിന്ന് അവൻ മനസ്സിലേക്ക് കുറച്ച് കഴിയുമ്പോൾ വിഷമമാകും, ഇയാൾ മരിച്ചു പോയല്ലോ. ആദ്യം തുടങ്ങുന്നത് ബുദ്ധിയിൽ, എന്നാൽ ഇവർ തുടങ്ങുന്നത് മനസ്സിലാണ്. മനസ്സിൽ തുടങ്ങിയിട്ട് പിന്നെ ബുദ്ധിയിലേക്കാണ് യാത്ര. അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടെന്ന് ആണ് ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. പുരുഷൻ ചിന്തിക്കുന്ന ചിന്തകളല്ല സ്ത്രീകൾ ചിന്തിക്കുന്നു. രണ്ടുപേരുടെയും ചിന്തകളിൽ തന്നെ വ്യത്യാസമുണ്ട്. കേസിച്ചോണ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത്, സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ നോക്കുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് നോക്കുന്നത്. ഡ്രസ്സിനെ കുറിച്ചാണ് അവർ ചിന്ത, എവിടുന്ന് വാങ്ങിച്ചതാ, അത് നല്ലതായിരിക്കുന്നല്ലോ, കൊള്ളാം. അവർ തമ്മിൽ കാണുമ്പോൾ അവർ ചിന്തിച്ചാരൊക്കെ വസ്ത്രത്തെക്കുറിച്ച്. അത് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആയിരുന്നു, ഉച്ചയ്ക്ക് എന്തോ, കറി എന്തുവാ, അവരുടെ ഇങ്ങനെയുള്ള കാര്യം അവരുടെ സംസാരം. എന്നാൽ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ജോലി സ്ഥലത്തെ വിഷയങ്ങൾ, ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രൊമോഷന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഗൗരവമായ വിഷയങ്ങൾ അവരുടെ ചിന്താ വിഷയം, അവരുടെ സംസാര വിഷയം. അവർ ഡ്രസ്സൊന്നും നോക്കാറ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. പുരുഷനിൽ ജ്ഞാനമാണ് കാണുവാൻ കഴിയുന്ന, സ്ത്രീയിലെ വിവേകമാണ് കാണുന്നത്. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം. പുരുഷൻ ജ്ഞാനമുണ്ടെങ്കിലും സ്ത്രീയില വിവേകം കാണും. പല കാര്യത്തിലും വിവേകത്തോടുകൂടെ പല കാര്യത്തെയും ഭർത്താവ് എടുത്ത് ചാടുന്ന പല കാര്യത്തിലും വിലക്കി സംസാരിച്ചൊക്കെ നിൽക്കുന്ന വിവേകമുണ്ട്. പിന്നെ അവർക്ക് എന്റെ ഭാര്യ പറഞ്ഞ് ശരിയായി. കാരണം പുരുഷനേക്കാൾ വിവേകം കൂടുതൽ സ്ത്രീക്ക്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിലെ പൊന്മൂക്കുത്തി പോലെ. അവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് വിവേകമില്ലാത്തവളാണെങ്കിൽ പന്നിയുടെ മൂക്കിലെ പൊന്മൂക്കുത്തിയുടെ സൗന്ദര്യം പോലെയുള്ള അവിടെ സൗന്ദര്യമാണ്. സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ ഇന്നത്തെ ലോകം പോലും ഇതാ അംഗീകരിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ സൗന്ദര്യം വെച്ചുകൊണ്ട് സൗന്ദര്യ മത്സരത്തിൽ മിസ് ഇന്ത്യയോ മിസ് വേൾഡോ ഒന്നും ആകത്തില്ല. അവരുടെ നോളജ് കൂടെ അവരുടെ വിവേകം കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടെങ്കിലേ അവര് മിസ് വേൾഡോ മിസ് ഇന്ത്യയോ ഒക്കെ ആകത്തുള്ളൂ. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ സൗന്ദര്യം എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് വിവേകം സ്ത്രീക്ക് വേണം. വിവേകം ഇല്ലെങ്കിൽ വലിയ ദോഷമാണ്. നമുക്കറിയാം, നാബാല് അബിഗയില്, ആ നാബാലിന്റെ കുടുംബം നശിച്ചു പോയാൽ, എന്നാൽ പെട്ടെന്ന് വിവേകത്തോടെ അബിഗയിൽ പ്രവർത്തിച്ചതുകൊണ്ട് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് ആ വീട് രക്ഷപ്പെട്ടു. അപ്പോ ജ്ഞാനം പുരുഷന്മാരിൽ കാണുന്നെങ്കിൽ വിവേകം സ്ത്രീകളിലാണ്. ഇങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ വളരെ വ്യത്യാസം സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് എന്റെ ഇഷ്ടമനുസരിച്ച് നിന്നോണം എന്നുള്ള മനോഭാവം രണ്ടുപേർക്കും പാടില്ല.
എന്റെ ഭാര്യയ്ക്ക് അവളുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അത് സൃഷ്ടിപ്പിൽ ദൈവം വെച്ചിരിക്കുന്നു. എന്റെ ഭർത്താവിന് അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. സൃഷ്ടിപ്പിൽ ദൈവം വെച്ചതാ. അത് മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം ഇടപെടുവാൻ കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാതെ സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ കഴിയുന്നു. അടുത്തതായി, ഒരിക്കലും ഭാര്യയെ ഒന്ന് പ്രശംസിക്കത്തില്ല, അല്ല ഭർത്താവിനെ ഒന്ന് പ്രശംസിക്കത്തില്ല. വല്ലപ്പോഴും ഭർത്താവിനെ പ്രശംസിക്കുക, വല്ലപ്പോഴും ഭാര്യയെ പ്രശംസിക്കുക, അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുമെന്നാണ് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുക, പഠനത്തിൽ കൂടെ തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ പല ആളുകൾക്ക് ഇന്ന് എപ്പോഴും കുറ്റപ്പെടുത്തല, ഇവിടെ നിന്ന് പിടിക്കുന്ന ദേഷ്യം എപ്പോഴും കുറ്റപ്പെടുത്തുക, ഇങ്ങനെ മുമ്പോട്ട് പോവുക. എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും ഒരു നല്ല വാക്ക് പറയുന്നു. കൊള്ളാം, ഇന്നത്തെ ആഹാരം കൊള്ളാമായിരുന്നു, ഈ വസ്ത്രം കൊള്ളാം, നിനക്ക് ചേരുന്നുണ്ട്, നീ നല്ല സുന്ദരിയ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രശംസിച്ചൊരു വാക്ക് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്. അത് കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് അതും കുടുംബജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുക. ജഡിക ഇമ്പങ്ങൾ മാത്രമാണ് ചിലർക്ക് കുടുംബജീവിതത്തിൽ ലക്ഷ്യം, ജഡിക ഇമ്പങ്ങൾ. അതുകൊണ്ട് ഭയങ്കര കുടുംബ വഴക്ക് നടക്കുന്ന വീട്ടിലും എല്ലാ വർഷവും മക്കൾ ജനിച്ചുകൊണ്ടിരിക്കും, അല്ല 2 വർഷത്തിൽ ഒരിക്കൽ വഴക്ക്, എപ്പോഴും വഴക്കായി കേൾക്കും. അപ്പൊ അവർക്ക് ആകെ ഒരു ചിന്ത, ഈ ഭർത്താവിന് അല്ലെങ്കിൽ അവർക്ക് കുടുംബജീവിതത്തിൽ അവർക്ക് ജഡിക ഇമ്പങ്ങൾക്ക് മാത്രം പ്രാധാന്യം, മറ്റൊന്നും അവർക്കൊരു വിഷയമല്ല. അതെത്രയോ ദോഷകരമായ കാര്യമാണ്. പൊരുത്തക്കേടുകൾ, സ്വഭാവം, പ്രകൃതം, ആകൃതി, പ്രായം, വിദ്യാഭ്യാസം, ജോലി, കുടുംബം, സ്ഥലം, ഇങ്ങനെയുള്ള വ്യത്യാസമനുസരിച്ച് കുടുംബജീവിതത്തിൽ അകൽച്ചകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടും. ഞങ്ങളുടെ കുടുംബജീവിതമാണ് ഞങ്ങൾക്ക് വലുത്, അതിന് യാതൊരു പൊട്ടിത്തെറി ഉണ്ടാകരുതിന്, ദോഷം വരരുത്, അത് തകർന്നു പോകരുത്, അത് സന്തോഷം കെടരുത് എന്നുള്ള മനോഭാവത്തോടുകൂടെ പോയെങ്കിലേ കുടുംബജീവിതം അനുഗ്രഹമായി തീരുകയുള്ളൂ. അടുത്തത്, കുട്ടികളെ വളർത്തുന്നതിൽ ഉത്തരവാദിത്വമില്ല. ചിലപ്പം ഭാര്യയ്ക്ക് ഉത്തരവാദിത്വമില്ല, ചിലപ്പം ഭർത്താവിന് ഉത്തരവാദിത്വമില്ല. കുട്ടികളെ വളർത്തുന്ന ചുമതല ഭാര്യയെ ഏൽപ്പിച്ചിരിക്കുക, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല. ചിലയിടത്ത് നേരെ തിരിച്ച. അത് കുടുംബജീവിതത്തിൽ വളരെ ദോഷം ചെയ്യും. 2 പേർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്ന തലമുറയെ ദൈവഭക്തിയിൽ വളർത്തുന്ന കാര്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ടാകണം. പിന്നെ അഭിപ്രായം അതിൽ പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സ്വാർത്ഥത മറ്റൊരു വിഷയം. സ്വാർത്ഥതയിൽ ജീവിക്കുക. ഭർത്താവ് സ്വാർത്ഥന, അല്ലെ ഭാര്യ സ്വാർത്ഥതയുള്ള സ്ത്രീയാണ്. മറ്റുള്ള ആളിനെ ഭർത്താവ് അവൾക്കൊരു വിഷയമല്ല, ഭാര്യ അവനൊരു വിഷയമല്ല. അവരുടെ സ്വാർത്ഥത നടക്കണം. ആ നിലയിൽ പല ആളുകളും പോകുന്നത് കൊണ്ട് ജീവിതം വളരെ ദുഃഖകരമായി മാറുകയാണ്. വിട്ടുവീഴ്ച മനോഭാവമില്ല, മർക്കടമുഷ്ടി സ്വഭാവം. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടായി. അച്ഛാ, മുയലിന് കൊമ്പില്ല. എന്താ പറയുന്നത്? ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടായി. മുയലിന് കൊമ്പില്ലായിരിക്കും, ഞാൻ പിടിച്ചതിന് 2 കൊമ്പുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി, തർക്കമായി, ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പിടിച്ചതിന് 2 കൊമ്പുണ്ടായി. മർക്കടമുഷ്ടി സ്വഭാവം. ചില ആളുകൾ, ചിലപ്പോൾ ഭർത്താവായിരിക്കും മർക്കടമുഷ്ടി, ചിലപ്പോൾ ഭാര്യയായിരിക്കും മർക്കടമുഷ്ടി. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ പാമ്പിനെ കുരങ്ങ് കണ്ടു കഴിഞ്ഞാൽ കയറി ഒറ്റപ്പെടുത്തുക, അതിന്റെ പടലിൽ കയറി ഒറ്റപ്പെടുത്തുക, തലയോടെ എടുത്ത് പടലിൽ കയറി പിടിച്ച് ഒറ്റ ഞെക്ക. മർക്കടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മർക്കടന്റെ മുഷ്ടിയ. അപ്പോൾ ഈ മർക്കടൻ, ഈ കുരങ്ങ് പാമ്പിനെ പടലിക്ക് കയറി ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ലെന്ന്. അത് കിടന്ന് പിടയ്ക്കുന്നുണ്ട്, വിടത്തില്ല. പേടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ നോക്കത്തില്ല, തലയൊക്കെ തിരിച്ചാലും കൈ ഇങ്ങനെ പിടിച്ചോളും. പിന്നിത് അതിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് അത് ചത്ത് ചീഞ്ഞ് അഴുകിപ്പോകുന്ന വരെ ഒറ്റപ്പെടുത്തോ. ചില
മനുഷ്യർ സ്വഭാവമില്ല. അവര് പിടിച്ചത് പിടിക്കും, ഒട്ടും വിട്ടുവീഴ്ചയിൽ, നോ കോംപ്രമൈസ്, ഒട്ടും അതിന് തയ്യാറല്ല, പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് വരുന്നത് കുടുംബജീവിതത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാകും. രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായം കാണും. എന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഇത് ബാധിക്കാൻ പാടില്ല. അഭിപ്രായ സമന്വയത്തിനെത്തിച്ചേരുക, കോംപ്രമൈസിനെത്തിച്ചേരുക. ആ നിലയിൽ മുമ്പോട്ട് പോകുമ്പോഴേ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. മറ്റു കുടുംബങ്ങളുമായി കമ്പയർ ചെയ്യുക. ആ വീട്ടിൽ നോക്ക്, ആ ഭർത്താവിനെ നോക്ക്, ആ ഭാര്യയെ നോക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക. അവിടുത്തെ മക്കളെ നോക്ക്. കമ്പയർ ചെയ്യുന്ന വലിയ ദോഷം ചെയ്യുന്ന കാര്യം. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മുമ്പേ പറഞ്ഞതിനകത്ത് അതിന് മറുപടിയുണ്ട്. ആ വീട്ടിൽ ഇന്ന യോഗ്യത ആ പുരുഷനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിന്റെ ഭർത്താവിന് ഉള്ള നല്ല യോഗ്യതകൾ പലതും അവന് കാണത്തില്ല. നേരെ തിരിച്ചു അതുപോലെ. അതുകൊണ്ട് ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആരും പൂർണ്ണരല്ല. ചിലർക്കുള്ള നല്ല യോഗ്യതകൾ മറ്റൊരാൾ കാണണമെന്നില്ല. മറ്റൊരാളെ കാണുന്ന നല്ല യോഗ്യതകൾ വേറൊരാളെ കാണണമെന്നില്ല. അതുകൊണ്ട് ആരും തികഞ്ഞവരല്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് ആരുമായിട്ടും ആരെയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അടുത്തതായിട്ട് കുടുംബജീവിതത്തിൽ തകർച്ചയോടെ കാണും ദൂർത്തടിച്ചുള്ള ജീവിതമാണ്. ആവശ്യമായി വരവിനനുസരിച്ചുള്ള ചെലവല്ല. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കണം. മറ്റുള്ളവര് വാങ്ങിച്ച പോലെ കാറ് വാങ്ങിക്കണം, മറ്റുള്ളവർ വെച്ച പോലെ വീട് വെക്കണം. വരുമാനമുണ്ടെന്നുള്ള വിഷയമൊന്നുമല്ല. അവര് വാങ്ങിച്ച പോലെ ഇവരോടൊപ്പമുള്ള വസ്ത്രം വാങ്ങിക്കണം. വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഇന്ന് ആത്മഹത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കടഭാരമാണ്. കടം കിട്ടും, പലിശയ്ക്ക് ലോൺ എടുക്കുക. ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. കാരണം വരുമാനത്തിൽ കൂടുതൽ ചെലവാ വീട്ടിൽ. വിവേകമില്ലാത്ത ജീവിതമാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് കടം പലിശയെല്ലാം കൂടി 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 തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുന്നു, ഗുണ്ടാകളുമായിട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് മരിക്കാമെന്ന് തീരുമാനിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൂർത്തടിച്ചുള്ള ജീവിതം പാടില്ല. ഫാമിലി ബഡ്ജറ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ബ്രേക്കില്ലാത്ത വണ്ടി പോലെയാണ് ബഡ്ജറ്റ് ഇല്ലാത്ത കുടുംബം. ബ്രേക്കില്ലാത്ത വണ്ടി എത്ര അപകടം വരുത്തതുപോലെ ഒരു കുടുംബ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് സംഭവിക്കുന്നു. മണി മാനേജ്മെന്റിനെ കുറിച്ച് നല്ല അറിവ് ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടായിരിക്കണം. അത് വിവരിക്കുവാൻ നേരമില്ല. അടുത്തത് തക്ക തുണയാകുന്നില്ല. ഭർത്താവ് തക്ക തുണയാകുന്നില്ല, ഭാര്യ തക്ക തുണയാകുന്നില്ല. അതുകൊണ്ട് കുടുംബജീവിതം തകരുക. ദൈവം ഭാര്യ ഭർത്താവിനും തമ്മിൽ യോജിപ്പിച്ച തക്ക തുണയായിരിക്കാൻ, തക്ക തുണയായിരിക്കാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാർട്ട്ണറായിരിക്കാൻ. പാർട്ട്ണറാകുക എന്ന് പറഞ്ഞാൽ ലാഭമായാലും നഷ്ടമായാലും ഒരുപോലെ ഒരാൾക്ക് തന്നെ ഭാരമാകുന്നില്ല. ലാഭമാണ് രണ്ടുപേർക്കും സന്തോഷം, നഷ്ടമായ രണ്ടുപേരും കൂടെ അത് സഹിക്കുക. ഒരു പാർട്ട്ണർ കുടുംബജീവിതത്തിൽ ഉണ്ടാകുകയാണ് വിവാഹത്തിൽ കൂടെ. പാർട്ട്ണർ ആകുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പാർട്ട്ണർ പണം ഷെയർ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസിന് വേണ്ടി. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ബന്ധമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. അത് മനസ്സിലാക്കിയുള്ള ജീവിതം നയിക്കണം. അടുത്തതായി ഐക്യതയില്ല. കുടുംബങ്ങളുടെ ഐക്യതയിൽ യൂണിറ്റിയില്ല. കുടുംബങ്ങളുടെ ഐക്യത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് മുമ്പേ ഞാൻ സൂചിപ്പിച്ചല്ലോ. കുടുംബങ്ങളുടെ ഐക്യതയില്ലെങ്കിൽ അവരെത്ര പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി കൊടുക്കത്തില്ല. കുടുംബങ്ങളുടെ ഐക്യതയില്ലെങ്കിൽ ഐക്യതയില്ലാത്ത ആളുകൾ സഭയിൽ വന്നിരുന്ന് കൈയടിച്ചാലും സ്തോത്രം ചെയ്താലും സഭയിൽ അന്തരീക്ഷം ഉണ്ടാകത്തില്ല. കാരണം ഐക്യതയില്ല. ദൈവം ഇറങ്ങി വരുന്ന ഐക്യതയുള്ളവരുടെ നടുവിലാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഐക്യതയുള്ളവരുടെ നടുവിലാണ്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ യൂണിറ്റ് നഷ്ടപ്പെട്ടാൽ കുടുംബജീവിതം തകരും. ഹൃദയ യോജിപ്പും ഐക്യതയും ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തായ വിഷയം സംശയം. കുടുംബജീവിതത്തിൽ സംശയം ഉണ്ടാകും. ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എത്ര 1000 ഏക്കർ എസ്റ്റേറ്റ് നാട്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഗ്രാനൈറ്റ് പടുത്ത, മാർബിൾ പടുത്ത,
2 നിലയോ 3 നിലയോ വീട് നാട്ടിലുണ്ടാക്കിയിരുന്നു. NRE അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരുന്നു. ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനെ കുറിച്ച് സംശയം കയറിയെങ്കിൽ, ഭർത്താവിനുള്ളിൽ ഭാര്യയെക്കുറിച്ച് സംശയം കയറിയെങ്കിൽ ആ കുടുംബം തകരും. അവരുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെടും. ഒരു സംശയം പിശാച് കൊണ്ടുവരുന്ന സങ്കല്പങ്ങൾ, മുൻവിധികൾ, തെറ്റിദ്ധാരണകൾ, അതെല്ലാം പിശാച് കൊണ്ടുവരുന്നത്. കാരണം എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് സംശയം വരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ചെയ്ത് തല്ലി പിരിയണം. അത് കാണാനാവും താല്പര്യപ്പെടുന്നു. ഒരുമിച്ച് ജീവിക്കരുത്. അതിനുവേണ്ടി സംശയം മനസ്സിൽ കൊണ്ടുവരും. എന്നാൽ എനിക്കറിയാം, എന്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമുണ്ട്, അവൾക്കൊരു തെറ്റ് സംഭവിക്കത്തില്ല. ആ ഒരു വിശ്വാസം അന്യോന്യം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി തീരുകയുള്ളൂ. ഒന്ന് എന്നുള്ള ചിന്തയില്ല. ദൈവം 2 ഒന്നാക്കി തീർത്തു. ഇനി 2 നിങ്ങൾ ഒന്നത്രയേ എന്ന് ദൈവം അടുത്ത് പറഞ്ഞിരിക്കും. എന്നാൽ ഒന്നെന്നുള്ള ചിന്തയില്ല. എന്റെ വീട്ടുകാർ, നിങ്ങളുടെ വീട്ടുകാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ അമ്മാച്ചൻ, എന്റെ അമ്മാച്ചൻ, ഇങ്ങനെ നിങ്ങളുടെ എന്റെ രണ്ടായിട്ടുള്ള ചിന്ത എപ്പോഴും വരുന്നു. അത് കുടുംബജീവിതത്തിന് വളരെ ദോഷം ചെയ്യും. ദൈവം ഒന്നാക്കി തീർത്താൽ പിന്നെ 2 എന്നുള്ള ചിന്ത ഉണ്ടാകും. ഭാര്യയുടെ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാരെ മാറുക, ഭർത്താവിന്റെ വീട്ടുകാര് ഭാര്യയുടെ വീട്ടുകാരായി മാറുക, ഭർത്താവിന്റെ പേരൻസ് ഭാര്യയുടെ പേരൻസായിട്ട് മാറുക. കാരണം ചെങ്ങ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച് ഫാദർ ഇൻ ലോ എന്നുള്ള മാറ്റിയിട്ട് ഫാദർ ഇൻ ലവ്, മദർ ഇൻ ലവ്, ബ്രദർ ഇൻ ലവ്, സിസ്റ്റർ ഇൻ ലവ് എന്നൊക്കെ ആക്കിയാലേ പറ്റുള്ളൂ. കാരണം നിയമം അനുസരിച്ച് ഫാദർ ഇൻ ലോ നിയമപ്രകാരം ഫാദറായി തീർന്നു. അത് മാറ്റിയിട്ട് സ്നേഹത്തിൽ എന്റെ ഭർത്താവിന്റെ പിതാവ് മാതാവ് എന്റെ പിതാവ് മാതാവ്, എന്റെ ഭാര്യയുടെ പിതാവ് മാതാവ് എന്റെ പിതാവ് മാതാവുമാണ്, എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ, എന്റെ ഭാര്യയുടെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ. ആ ഒരു നിലയിലേക്ക് ഒന്നെന്നുള്ള ചിന്ത വരുമ്പോൾ കുടുംബജീവിതം അനുഗ്രഹമായി മാറുകയാണ്. ഞാൻ ബോംബെയിൽ 25 വയസ്സുള്ളപ്പോഴാണ് ശുശ്രൂഷയ്ക്ക് പോയത്. ഞാൻ ചെന്ന കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പിതാവും മാതാവുമാൻ പ്രായമുള്ള ആളുകളുടെ കുടുംബ പ്രശ്നത്തിൽ ഏർപ്പെടേണ്ടി വന്നു, കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടിന്റെ വാതിൽക്ക് വന്ന് ബെല്ലടിച്ച് നോക്കിയപ്പോ നൈറ്റി ഇട്ടുകൊണ്ട് അമ്മാമ്മ വാതിൽക്ക് വന്ന് നിൽക്കുക. പാസ്റ്റേ, ഇനി അയാളോടുകൂടെ ജീവിക്കാൻ സാധ്യമല്ല, എന്നെ ഒന്ന് വേർപെടുത്തിയേ പറ്റുള്ളൂ. രാത്രി മുഴുവൻ ഫൈറ്റിംഗ് ആയിരുന്നു. ട്രെയിൻ തുടങ്ങാൻ വേണ്ടി കാത്തിരുന്ന ട്രെയിൻ ഓട്ടം തുടങ്ങാൻ 1ാമത്തെ ട്രെയിനിൽ കയറി അവിടെ കൊള്ളായിൽ ഇറങ്ങിയിട്ട് ബസ് കയറി ഞാൻ താമസിക്കുന്നിടത്ത് വന്നിരിക്കുക. ഞാന് ആപ്പാട് വിഷമിച്ച് വെളുപ്പിനെയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകെ അച്ചാരെത്തി. പുള്ളിയും അടുത്ത ട്രെയിന് ട്രെയിനെ കയറി വന്നറിയത്തില്ല. ഏതായാലും അധികം താമസിക്കാൻ പുള്ളി എത്തി. 2 പേരും വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ 2 പേരെ 2ആക്കി വിടണം. ഞാൻ പറഞ്ഞു, എന്റെ ജോലി അതല്ല, നിങ്ങളെന്റെ മാതാപിതാക്കളാകാൻ പ്രായമുള്ളവരാ, എന്റെ ജോലി അതല്ല. അല്ല വാസ്തവ പറ്റുകയില്ല. ഞാൻ ചോദിച്ചു, എന്തോ നിങ്ങളുടെ പ്രശ്നം? എനിക്കത് കൂടുതൽ നിങ്ങൾ കൗൺസിലിംഗ് ഒന്നും അറിയത്തില്ല, ഇറങ്ങിത്തിരിച്ച കാലം. ചോദിച്ചു, എന്താ പ്രശ്നം? ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ ഞാൻ സൗദി പോയി കുറെ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് വാങ്ങിച്ച ഫ്ളാറ്റാ. ആ ഫ്ളാറ്റ് ശരിയായിരിക്കും, ഫ്രിഡ്ജ് ആരുടെയാ? ഞാൻ ജോലി ചെയ്തുണ്ടാക്കി കാശുമില്ല, ഫ്രിഡ്ജ് മേടിച്ചു. ആ ഫ്രിഡ്ജ് ആയിരിക്കും. എന്നാൽ അവിടെ കിടക്കുന്ന ഫർണിച്ചറൊക്കെ ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കാശുകൊണ്ടാ. ഉടനെ പുള്ളി മറ്റേ ഏതെങ്കിലും കാര്യം, എന്റേത് നിന്റേത്, എന്റേത് നിന്റേത്. അവിടെ സംസാരം മുഴുവൻ എന്റേത് നിന്റേതെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അവരെ അലട്ടുന്ന കാതലായ വിഷയം 2 എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കയറിപ്പോയി. കുടുംബജീവിതത്തിൽ 2 എന്നുള്ള ചിന്ത കയറിയാൽ വലിയ ദോഷമുണ്ടാകുന്നുണ്ട്. ദൈവം ഞങ്ങളെ യോജിപ്പിച്ച് ഒന്നാക്കി, ഞങ്ങൾ ഒന്നാ. ആ നിലയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് സന്തോഷകരമായി തീരുന്നത്.
കടംപെട്ടത് ചെയ്യുന്നില്ല. അടുത്ത പ്രശ്നം കടംപെട്ട് ചെയ്യുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കടംപെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭർത്താവിനോട് കടംപെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭാര്യയോട് കടംപെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. കടംപെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് എന്തിനൊക്കെ കടംപെട്ടിരിക്കുന്നു, ഭാര്യ എന്തിനൊക്കെ കടംപെട്ടിരിക്കുന്നില്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറയുവാൻ നേരമില്ല. നിങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ സാധാരണ വായിക്കുന്ന വേദഭാഗങ്ങൾ അവിടെ കടപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. കടപ്പാടുകൾ നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. അടുത്ത കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണം സ്നേഹമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. പണമുണ്ടാക്കി വളരെ മനോഹരമായി വീട് പണിയാം. എന്നാൽ മനോഹരമായൊരു കുടുംബജീവിതം പടുത്തുയർത്തണമെങ്കിൽ പണം കൊണ്ട് പറ്റിയേ, സ്നേഹം കൊണ്ട് പറ്റൂ. സ്നേഹം അതിൽ ഏറ്റവും പ്രധാനം. സ്നേഹത്തിന് വലിയൊരു വ്യാഖ്യാനമാണ്, നിർവചനമാണ് ബൈബിളിൽ കൊടുത്തത്. സ്നേഹത്തിന്റെ വ്യാഖ്യാനം ഒന്നും വായിക്കുന്നതല്ല. സ്നേഹം കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വായിക്കാറുണ്ടെങ്കിലും ഒന്ന് ഈ സമയത്തൊന്ന് വായിക്കുന്നതായിരിക്കും, എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിർവചനം, സ്നേഹം 4 മുതൽ ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, സ്വർദ്ധിക്കത്തില്ല, നിഗളിക്കത്തില്ല, ചീർക്കത്തില്ല, അയോഗ്യമായ നടപ്പില്ല, സ്വാർത്ഥ അന്വേഷിച്ച് ജീവിക്കത്തില്ല, ദേഷ്യപ്പെടത്തില്ല. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ചെയ്യത്തില്ല, ദേഷ്യപ്പെടത്തില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതി സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പൊറുക്കാൻ പറ്റും. എല്ലാം വിശ്വസിക്കും, അന്യോന്യം വിശ്വസിക്കാൻ പറ്റും. എല്ലാം പ്രത്യാശിക്കും, എല്ലാം സഹിക്കും. അപ്പൊ സ്നേഹം കുടുംബജീവിതത്തിൽ വളരെ അത്യാവശ്യം. സ്നേഹമുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയും, ക്ഷമിക്കുവാൻ കഴിയും, പൊറുക്കുവാൻ കഴിയും, സ്വാർത്ഥതയില്ലാതെ ജീവിക്കുവാൻ കഴിയും, ദേഷ്യപ്പെടാതെ ജീവിക്കുവാൻ കഴിയും, അനീതി സന്തോഷിക്കാതെ ജീവിക്കുവാൻ കഴിയും, സത്യത്തിൽ സന്തോഷിക്കാൻ കഴിയാൻ. നിർവചനത്തിന്റെ ഓരോ വാക്കുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ കുടുംബജീവിതത്തിൽ സ്നേഹം ആവശ്യമാണ്. അടുത്ത കുടുംബജീവിതത്തിന്റെ ഒരു കാതലായ പ്രശ്നം ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ലൈംഗിക ബന്ധം സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ പുരുഷന്മാരുടെ ഹൃദയത്തിൽ, സ്ത്രീകളുടെ ഹൃദയത്തിലുണ്ടാകുന്നു. അതാണ് ഇന്ന് അനേകരുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. എറണാകുളത്ത് ഒരു ഉണർവ് സഭയിൽ ഒരു മീറ്റിംഗിന് എന്നെ വിളിച്ചു. ചെയ്തു കഴിഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പറയണേ. കാരണം ഇവിടെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് പല കുടുംബങ്ങളിലും വഴക്കുകൾ നടക്കി. കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പല ആൾക്കും അറിയത്തില്ല. കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കും നിലനിൽപ്പിനും ലൈംഗിക ബന്ധത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ വിശപ്പുണ്ട്, ദാഹമുണ്ട്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിപ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വികാരമാണ് ലൈംഗിക ബന്ധം. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വെച്ചിരിക്കുന്ന കാര്യമാണ്. വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കും, ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കും. ഇതൊക്കെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ആഹാരം കഴിക്കാൻ വേണ്ടി അല്ല മനുഷ്യൻ ജനിച്ചിരിക്കുന്നത്. ചില ജീവിക്കുന്നതിന് എന്തിനാണ്? കഴിക്കാനാണ്. അവരുടെ കഴിപ്പൊക്കെ കണ്ടാൽ അവർ ജനിച്ചത് തന്നെ കഴിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും കഴിച്ച് 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 അത് ശരീരത്തിന്റെ ആവശ്യമാണ്. ഇതുപോലെ ശരീരത്തിന്റെ ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി അല്ല കുടുംബജീവിതം. അനേക ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഭാഗമാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് ദൈവഭക്തിക്ക് ചേരുന്ന കാര്യമല്ല. മക്കളൊക്കെ ജനിക്കണം, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി ലൈംഗിക ബന്ധമൊന്നും പാടില്ല. ഭക്തന്മാർക്ക് പറ്റിയതല്ല, ആത്മീയർക്ക് പറ്റിയതല്ല.
എന്നുള്ള തെറ്റിദ്ധാരണകൾ എങ്ങനെയോ മനസ്സിൽ കയറിയിരിക്കുക. എന്നാൽ അത് ബൈബിൾ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് കുടുംബജീവിതത്തിൽ അന്യോന്യമുള്ള പ്രശ്നങ്ങളാണ്. പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് ഇതാ. നമ്മളോട് പറയുമ്പോൾ ഇതൊന്നും പറയത്തില്ല, വാസ്തവനോട് പറയുമ്പോൾ ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റു ചില റീസൺസാ പറയുന്നത്, വഴക്കിന്റെ കുടുംബ വഴക്കിന്റെ ഒക്കെ റീസൺ പറയുന്നത് മറ്റു പലതൊക്കെയാണ്. എന്നാൽ പഠിച്ചു വന്നാൽ ലൈംഗിക ബന്ധം അവർക്കില്ല. ചില 2 മുറിയിലാ താമസം, ചില 2 കട്ടിലിലാ കിടപ്പ്. ലൈംഗിക ബന്ധമില്ല. മക്കളൊക്കെ ജനിച്ചു, ഇതിന് പറ്റിയതല്ല, നമുക്ക് യോഗ്യമല്ല, അത് ഭക്തന്മാർക്ക് പറ്റിയതല്ല, ആത്മീയർക്ക് പറ്റിയതല്ല എന്നുള്ള മനോഭാവം 2 പേരിൽ ഒരാൾക്കുണ്ടാകുക. 2 പേർക്കൂടെ ഒരുമിച്ചുണ്ടായ പ്രശ്നമില്ല. ഒരാൾക്കുണ്ടാകുന്നു, ഒരാൾക്ക് ആ ചിന്ത വന്നിട്ട് വരും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബജീവിതത്തെ സ്നേഹത്തെ ഉറപ്പിക്കുന്നതാണ് ലൈംഗിക ബന്ധം. കുടുംബജീവിതത്തിന്റെ ഐക്യതയ്ക്ക് ഏറ്റവും പ്രധാന വിഷയമാണ് ലൈംഗിക ബന്ധം. ക്ലീൻ സെക്സ് ഒരിക്കലും പാപമല്ല. ദൈവം വിശുദ്ധമായി അത് പ്രഖ്യാപിച്ചതാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് കടംപെട്ട് ചെയ്യട്ടെ, ഭാര്യ ഭർത്താവിന് കടംപെട്ട് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്റെ അവൾക്കല്ല ഭർത്താവിന് അധികാരം, ഭർത്താവിന്റെ ശരീരത്തിന്റെ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുന്ന സമയത്ത് മാത്രം, അതും പരസ്പര സമ്മതത്തോടെ അകന്നിരിക്കാം. വീണ്ടും നിങ്ങൾ ചേർന്നിരിക്കുന്ന നിങ്ങളുടെ അജിതത്തിലെത്തുന്ന നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് ചേർന്നിരിപ്പി. ദുർനടപ്പ് ഓരോരുത്തരും സ്വന്തം ഭാര്യ, ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. അപ്പൊ കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധം ദൈവം വിശുദ്ധമായി പ്രഖ്യാപിച്ചു നൽകിയിരിക്കുന്ന വിവാഹിതരുടെ കിടക്ക നിർമ്മലമാകുന്നുവെന്ന ദൈവത്തിൽ വിവാഹിതരുടെ കിടക്ക നിർമ്മലമാകും. എന്നാൽ ദുർനടപ്പുകാരും വ്യഭിചാരികളും ദൈവം ന്യായം വിധിക്കും. വിവാഹിതരല്ലാത്ത സ്ത്രീപുരുഷന്മാരുടെ കിടക്ക ദുർനടപ്പുകാരുടെ കിടക്കയായി, വ്യഭിചാരികളുടെ കിടക്കയായി ദൈവം കാണുന്നതുകൊണ്ട് ന്യായം വിധിക്കും. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചുള്ള കിടക്ക ദൈവം വിശുദ്ധമായി പ്രഖ്യാപിച്ചു. അത് യാതൊരു അശുദ്ധിയുമില്ല, യാതൊരു പാപവുമില്ല. അത് ദൈവം സൃഷ്ടിപ്പിൽ ദൈവം തന്നെ വെച്ച് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്. വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ദൈവം ശിക്ഷിക്കുന്ന പാപമായിട്ട് കാണുവാൻ കഴിയുന്നു. ശാരീരിക കടപ്പാട് നിർവഹിക്കുന്ന കാര്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ പല വഴക്കുകളും പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഇതിനെക്കുറിച്ച് വളരെ വിവരിക്കേണ്ട കാര്യമാണെങ്കിലും ഒരു വാക്യം, ശലോമോൻ പറഞ്ഞ ഒരു വാക്യം കൂട്ടി ചെയ്യാം. സൂര്യന്റെ കീഴിൽ മനുഷ്യൻ ചെയ്യുന്ന സകല പ്രയത്നത്തിനും അവർ ദൈവം നൽകിയിരിക്കുന്ന ഓഹരി സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ സുഖമായി ജീവിക്കുന്നതാണ്. ദൈവം കൊടുത്ത ദൈവിക ജ്ഞാനത്തിൽ ബൈബിളിൽ ശലോമോൻ എഴുതി വെച്ചു. സൂര്യന്റെ കീഴിൽ മനുഷ്യൻ ചെയ്ത സകല പ്രയത്നത്തിനും അവർ ദൈവം നൽകിയിരിക്കുന്ന ഓഹരി അവൻ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ സുഖമായി ജീവിക്കുന്നതാണ്. അത് കുടുംബജീവിതത്തിൽ സെക്ഷുവൽ ബന്ധത്തിന് വളരെ പ്രാധാന്യം. ചെറിഷ് ആൻഡ് നറിഷ്, പോറ്റി പുലർത്തുക എന്നുള്ള ഇംഗ്ലീഷ് ചെറിഷ് ആൻഡ് നറിഷ് എന്ന. നല്ല ആഹാരം കൊടുത്ത് നറിഷ് ചെയ്താൽ മാത്രം പോരാ, ചെറിഷ് ചെയ്യണം, സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് പല കുടുംബങ്ങൾക്കും പ്രശ്നത്തിന് കാതലായ കാരണം ഇതാണ്. ശാരീരിക ക്ഷീണങ്ങളും രോഗങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ഭാര്യാഭർത്താക്കന്മാർ ഇടപെടാവൂ. അടുത്തതായിട്ട് പരമ്പരാഗതമായ ചിന്തകളും പുരോഗമനപരമായ ആശയങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കുടുംബജീവിതങ്ങളുടെ തകർച്ച. പരമ്പരാഗതമായ പുരുഷന്മാരുടെ ചിന്ത ഭാര്യ കീഴ്പ്പെട്ടിരിക്കുകയാണ്. പുരോഗമനപരമായ സ്ത്രീകളുടെ ചിന്ത ഞങ്ങൾക്ക് കീഴ്പ്പെടാൻ ആവശ്യമില്ല, പണ്ടത്തെ പോലല്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവുണ്ട്, പുരുഷന്മാർ ചെയ്യുന്ന ഏത് കാര്യം ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കീഴ്പ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പ്ലെയിൻ പറപ്പിച്ച് കാണിക്കുക, സ്പേസിൽ പോയി കാണിക്കുക, ബൈക്ക് ഓടിച്ച് കാണിക്കുക, ഞങ്ങളെ ഒന്നും മാറ്റി നിർത്തണ്ട. അവിടെ പണ്ടത്തെ പോലൊന്നും കീഴ്പ്പെടത്തില്ല. ഇത് നമ്മൾ ഏറ്റുമുട്ടല. കീഴ്പ്പെടണമെന്ന് ഭർത്താവിന്റെ ചിന്ത, കീഴ്പ്പെടത്തില്ലെന്ന ഭാര്യയുടെ ചിന്ത. ഈ രണ്ടും കൂടെ ഏറ്റുമുട്ടലായിരുന്നു കുടുംബത്തിലെ പ്രശ്നം.
കീഴ്പ്പെടാതിരിക്കാൻ പല ന്യായങ്ങൾ ഭാര്യയ്ക്ക് പറയാൻ കാണും. എന്റെ അത്ര വിദ്യാഭ്യാസമില്ല, എന്റെ അത്രയും വരുമാനമില്ല, എന്റെ അത്രയും സൗന്ദര്യമില്ല. എല്ലാം ശരിയാ. എന്നാൽ കീഴ്പ്പെട്ടിരുന്നേ പറ്റുള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന നിയമമാണ്. ഭർത്താവിന് എത്ര യോഗ്യത കുറവാണ്, കീഴ്പ്പെട്ടേ പറ്റൂ. ഭർത്താവാണ് കീഴ്പ്പെടണം. ഭർത്താവ് തലയുടെ സ്ഥാനമാണ്, ഭാര്യയ്ക്ക് ഉടലിന്റെ സ്ഥാനമാണ്. അവിടെ കീഴ്പ്പെട്ടേ പറ്റുള്ളൂ. എന്നാൽ കീഴ്പ്പെടുത്താൻ പ്രമാണമില്ല. ഭാര്യയെ അടിക്കാൻ പാടില്ല. ഭാര്യ അടിക്കുന്നവരുണ്ടെങ്കിൽ അടിക്കുന്നത് നിർത്തണം. ഭാര്യ അടിക്കാൻ പാടില്ല. ഭാര്യ അടിക്കാവുന്നത് ഭാര്യ ശരീരമാണ്. സ്വന്തം ശരീരത്തെ ഒരാൾ അടിക്കുന്നെന്ന് പറഞ്ഞത് സുബോധമില്ലാത്ത ലക്ഷണം. സുബോധമുള്ളവര് സ്വന്തം ശരീരത്തെ എപ്പോഴും അടിച്ചോണ്ടിരിക്കും. ഭാര്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരമാണ്. അതുകൊണ്ട് ഭാര്യയെ അടിച്ചമർത്തുവാനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഭാര്യ കീഴ്പ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കീഴ്പ്പെടുത്താൻ പറഞ്ഞിട്ട്. അടിച്ചമർത്തിയാലൊന്നും കീഴ്പ്പെടുകയില്ല. അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പല ഇടത്ത് കണ്ടതും ഞാൻ കൈകാര്യം ചെയ്തൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പരസ്പരം അത് നമ്മൾ ചിന്തിച്ചത് പരമ്പരാഗത ചിന്തകൾ. അടുത്തതായിട്ട് കുടുംബത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. കുടുംബം എന്ന് പറയുന്നത് ഒരു സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ആ ഗ്രഹനാഥൻ പാസ്റ്റർ, കുടുംബമാണ് സഭയുടെ പാസ്റ്ററാണ് ഗ്രഹനാഥൻ. ഗ്രഹനായിക പാസ്റ്ററുടെ ഭാര്യ, മക്കള് സഭയിലെ മെമ്പേഴ്സ്. ആ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ആ നിലയിൽ കുടുംബത്തെ കണ്ടുകൊണ്ട് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം കഴിഞ്ഞാൽ പ്രയോറിറ്റി കുടുംബത്തിനാണ് കൊടുക്കേണ്ടത്. യോഗ്യതന്റെ കുടുംബജീവിതം തകരാൻ തുടങ്ങിയതിനെ കുറിച്ച് കോട്ടയത്ത് വന്നപ്പോൾ പറഞ്ഞു. ഭാര്യ പറഞ്ഞിനി ആ മനുഷ്യൻ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട, വലിയ പ്രശ്നമായി. കാരണം പുള്ളി മീറ്റിംഗ് നടക്കി തിരക്കിലിങ്ങനെ ഓടി നടക്കുക, വീട്ടിലേക്ക് ചെല്ലാറ്. എന്നാൽ ഒടുവിൽ തനിക്ക് മനസ്സിലായി, തന്റെ പോരായ്മ മനസ്സിലാക്കി. അതുകൊണ്ട് തകരുന്ന വക്കിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടു. കുടുംബത്തിന്റെ പ്രയോറിറ്റി പല ആളുകളും മനസ്സിലാക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനയുടെ കുറവാണ് ഇന്ന് പല കുടുംബങ്ങളുടെ തകർച്ചയ്ക്കാണ്. ഫാമിലീസ് ദാറ്റ് പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കുടുംബജീവിതത്തിലുണ്ട്. കുടുംബജീവിതത്തിനെതിരായി നിൽക്കുന്ന എതിരാളിക്ക് ആകെ ലോകത്തിൽ പേടിയുള്ള പ്രാർത്ഥിക്കുന്നവരെ മാത്രം. സൗന്ദര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒന്നും പേടിയില്ല, പ്രാർത്ഥിക്കുന്നവരെ പേടിയ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്കും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും വളരെ പ്രാധാന്യം. അത് കുറഞ്ഞു പോയെങ്കിൽ കുടുംബജീവിതം തകരും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് സംതൃപ്തിയില്ല. കുടുംബജീവിതത്തിൽ സംതൃപ്തിയില്ല. ഭർത്താവിന് സംതൃപ്തിയില്ല, ഭാര്യയ്ക്ക് സംതൃപ്തിയില്ല. കുടുംബജീവിതത്തിൽ സംതൃപ്തിയില്ലായ്മയുടെ കാരണം മലാക്കി പ്രവൃത്തി പറഞ്ഞിരിക്കുന്ന കാര്യം, നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നത് യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. യാഗവിടെ കരച്ചിലും കണ്ണുനീരും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലേശം പോലും സുബോധമുള്ള മനുഷ്യൻ അങ്ങനെ ചെയ്യത്തില്ല. ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു. ഇതെല്ലാം ഇതിനോട് ചേർത്ത് അധികം പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാൻ വെറുക്കുന്നു. അവിശ്വസ്തത നിമിത്തം കരഞ്ഞു നിലവിളിക്കുന്ന ഭാര്യ, കരഞ്ഞു നിലവിളിക്കുന്ന ഭർത്താവ്, ഉടമ്പടി ലംഘിക്കുക, ദൈവസഭയിൽ ചെയ്യുന്ന കൈകൊടുത്ത് ചെയ്ത ഉടമ്പടികൾ ലംഘിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ. എന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യ അഭിമാനത്തോടെ പറയണം, ഇങ്ങനെ നല്ലൊരു ഭർത്താവിന് ദൈവമേ തന്നതിനാഴ്ച നിനക്ക് സ്തോത്രം ചെയ്യുന്നെന്ന് പറയത്തക്ക ജീവിത ഭർത്താക്കന്മാർ നയിക്കണം. ഇത്ര നല്ലൊരു ഭാര്യ എനിക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന പറയത്തക്ക ഒരു ജീവിതം ഭാര്യമാര് നയിക്കണം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം വളരെ അനുഗ്രഹമായി മാറും. മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം മക്കളെ പ്രവോക്ക് ചെയ്യാൻ പാടില്ല. ബാലശിക്ഷയിലും മധ്യോപദേശം വളർത്തണം. അവരെ സ്നേഹിക്കണം. അവർക്ക് മാതൃകയായി നിൽക്കണം. പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തണം. വചനം വായിക്കുവാൻ അവർക്ക് പ്രേരണ കൊടുക്കണം. വചനം കാണാപ്പാഠം പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. ദൈവിക പ്രബോധനങ്ങൾ കൊടുക്കണം. ഒരു കുട്ടിയോട്, ഒരു മകനോടോ മകളോടോ ഫേവറിസം പാടില്ല. മക്കളുടെ മുമ്പിൽ വെച്ച് കള്ളം പറയാൻ പാടില്ല. ടെലിവിഷൻ, ഇന്റർനെറ്റ് മുമ്പിൽ അവരിയ്ക്കുമ്പോൾ ഒരു നോട്ടം ഉണ്ടായിരിക്കണം. ഭക്ഷണ സമയത്ത് യാതൊരു കാരണവശാലും ടെലിവിഷൻ ഓൺ ചെയ്തിരിക്കാൻ പാടില്ല. മാതൃകാപരമായ ജീവൻ നയിക്കണം. ഡൊമീനിയാകുവാൻ പാടില്ല. വാക്കുപാലിക്കുന്ന സത്യസന്ധരായിരിക്കും മാതാപിതാക്കൾ. ഭീഷണിപ്പെടുത്തരുത്, പൊട്ടിത്തെറിക്കരുത്, താഴ്ത്തിക്കെട്ട് പറയരുത്, പ്രോത്സാഹനം നൽകും. മക്കളുടെ കാര്യം കൂടെ പറയാം. മക്കൾ
അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പന അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ബഹുമാനിച്ചാൽ നന്മയുണ്ടാകും, ബഹുമാനിച്ചാൽ ദീർഘായുസുണ്ടാകും. അപ്പന്റെ അമ്മയുടെ വാക്ക് കേട്ട് അനുസരിക്കണം, ശാസനം കേട്ട് അനുസരിക്കണം. അപ്പന്റെ പ്രബോധനം കേൾക്കണം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. ഭാവികൾ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്, അവിടെ വഴിയെ പോകരുത്. ദൈവ ഉപദേശം മറക്കരുത്, ഹൃദയം ദൈവകൽപ്പന കാത്തുകൊള്ളണം. അപ്പന്റെ ശിക്ഷ നിരസിക്കരുത്, അപ്പൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. മാതാപിതാക്കളെ ശപിക്കരുത്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, അവരുടെ കടപ്പാടുകൾ നിർവഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം. ഇതൊക്കെ മക്കൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കളും എല്ലാം അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ കുടുംബജീവിതം അനുഗ്രഹമായി തീരും. നമുക്ക് തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞ് ക്രമീകരണം വരുത്തേണ്ട കാര്യങ്ങൾ ക്രമീകരണം വരുത്തി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് നിത്യതയിൽ ചെന്നെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയപിതാവായ ദൈവമേ, ഇന്ന് ദൈവശ്രീ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ഇടപെട്ട ദൈവത്തിന് വിധേയറിയ വചനങ്ങൾക്കായി ആലോചനകൾക്കായി ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കുടുംബജീവിതത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതം തകർന്നാൽ ഞങ്ങളുടെ നിത്യത പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഇന്ന് രാത്രിയിൽ ഓർക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആയതിനാൽ ഇന്ന് വചനം കേട്ട എല്ലാ ഉള്ളങ്ങളോട് ദൈവം ഇടപെട്ട് അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായ സാക്ഷ്യമുള്ള കുടുംബജീവൻ നയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനും നിത്യതയുടെ അവകാശികളായി തീരുവാനും അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഈ ഭൂമിയിൽ ഉളവാകുവാനും ദൈവം സഹായിക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ, മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചത് ദയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും സകല ദൈവമക്കളോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും കർത്താവിന് വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്.